ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ദ ട്രൂത്ത് എന്ന് പറയുന്ന ഒരു ചെറിയ പോമാണ്. വളരെ ചെറുതാണ്, പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നല്ലൊരു കോണ്ടന്റ് ഇതിനകത്തുള്ള ഒരു പോമാണ് നമ്മൾ പഠിക്കുന്നത്. സത്യം സത്യം എന്ന് പറയുന്നതിന് എത്രത്തോളം നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ സത്യ കാരണം എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് ലൈഫില്, സത്യത്തിനെ മുറുകെ പിടിക്കേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ വാട്ട് ഈസ് ട്രൂത്ത്, ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോമൺ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ചെറിയൊരു പോമാണ്. പോം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഥർവ വേദത്തിൽ നിന്നും എടുത്തിട്ടുള്ള ചില ലൈനുകൾ നമുക്ക് ഇവിടെ കാണാം. വായിച്ചു നോക്കാം അല്ലെ. അവർ ഹോളി സ്ക്രിപ്ചേഴ്സ്, reformers and preachers have always emphasized the need for controlling strong emotions and ambitions in order to maintain a calm and peaceful attitude. നമ്മുടെ പല വേദഗ്രന്ഥങ്ങളും, സ്ക്രിപ്ചേഴ്സ് മീൻസ് വേദഗ്രന്ഥങ്ങളും, റിഫോമേഴ്സ്, പ്രീച്ചേഴ്സ്, പുരോഹിതന്മാര്, പണ്ഡിതന്മാര്, പ്രവാചകന്മാര്, ഇവരൊക്കെ നമ്മളോട് എപ്പോഴും നമ്മുടെ സ്ട്രോങ് ഇമോഷൻസിനെയും നമ്മുടെ ആഗ്രഹങ്ങളെയും എല്ലാം ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യണമെന്ന് ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എന്തിനാണ് ടു ഹാവ് എ കാം ആൻഡ് പീസ്ഫുൾ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മൈൻഡ് എപ്പോഴും കാം ആയിരിക്കാനും സമാധാനപരം, പീസ്ഫുൾ മീൻസ് സമാധാനപരമായിട്ടിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണത്. സ്ട്രോങ് നെഗറ്റീവ് ഇമോഷൻസ് ലൈക്ക് anger, jealousy, etc., if uncontrolled, are destructive in life. ചില നെഗറ്റീവ് ഇമോഷൻസ് ആയ ദേഷ്യം, അസൂയ, ഇതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒന്നാണെങ്കിൽ നമ്മുടെ ജീവിതത്തിനെ തന്നെ അത് നശിപ്പിക്കും എന്നാ പറയുന്നത്. ഡിസ്ട്രക്റ്റീവ് ഇൻ ലൈഫ്, ജീവിതത്തിൽ തന്നെ നാശനഷ്ടങ്ങൾ കൊണ്ടുവരും. സോ വി ഷുഡ് കൺട്രോൾ അവർ ഇമോഷൻസ് എന്നാണ് ഈ കവിതയ്ക്ക് അത് പറയുന്നത്. അപ്പൊ എന്താണെന്ന് നോക്കാം. വേർഡ്സ് ക്യാൻ കൺഫർ സ്ട്രെങ്ത്, they can drown it off. വാക്കുകൾ, ഇവിടെ വേർഡ്സിനെ കുറിച്ചാണ്, വാക്കുകളെ കുറിച്ചാണ് പറയുന്നത്. വേർഡ്സ് ക്യാൻ കൺഫർ സ്ട്രെങ്ത്, നമുക്ക് ഭയങ്കര ഒരു പവർ തരാനുള്ള കഴിവുണ്ട് ആർക്കും, വാക്കുകൾക്ക്. they can drown it off. വേർഡ്സ് ചില സമയത്ത് നമ്മളെ വീഴ്ത്താനും അതിനുള്ള പവർ ഉണ്ട്. വേർഡ്സ് ക്യാൻ ഗെയിൻ ഫ്രണ്ട്സ്, വാക്കുകൾക്ക് നല്ല സൗഹൃദങ്ങളെ നേടാനുള്ള കഴിവുണ്ട്. ദേ ക്യാൻ ടേൺ ദം ഇൻ ടു എനിമീസ്, പക്ഷെ ചില സമയത്ത് ഈ വാക്കുകൾ എന്താണ്, ഈ ഫ്രണ്ട്സ് എന്തായി മാറും, എനിമികളായി മാറും. അപ്പം വാക്കുകൾക്കുള്ള രണ്ട് പവർ, ഒന്ന് വാക്കുകൾ ചില സമയത്ത് വേർഡ്സ് നമുക്ക് സ്ട്രെങ്ത് തരും, അതേസമയം നമ്മളെ തകർക്കുകയും ചെയ്യും. ചില വാക്കുകൾ കാരണം നമ്മൾ ഇല്ലാതാവുകയും ചെയ്യും. നമുക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടാൻ വാക്കുകൾ കാരണമാവും. ചില സമയത്ത് ഈ ഫ്രണ്ട്സ് തന്നെ നമ്മുടെ ശത്രു ആവാനും ഈ വാക്കുകൾ കാരണമാവും. സോ നമ്മൾ എന്ത് പറയുമ്പോഴും ശ്രദ്ധിച്ചുപയോഗിക്കണം, പറയണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നതിന്റെ ഒരു മെയിൻ കാരണം ഇത് തന്നെയാണ്, വാക്കുകളുടെ ഈ മാജിക്കൽ പവർ. വേർഡ്സ് ക്യാൻ എലവേറ്റ് ഓർ ലോവർ ദ ഇൻഡിവിജ്വൽ. One must learn the habit of making one's words sweet, soft and pleasant. വാക്കുകൾ നമ്മൾ എലവേറ്റ് ചെയ്യാൻ മീൻസ് മുകളിലേക്ക് കൊണ്ടുപോകാനും, ലോവർ ദ ഇൻഡിവിജ്വൽ താഴേക്ക് കൊണ്ടുവരാനും, ഒരു മനുഷ്യനെ വാക്കുകൾ കൊണ്ട് മുകളിലേക്ക് എത്തിക്കാനും അതേപടി താഴേക്ക് കൊണ്ടുവരാനും വാക്കുകൾക്ക് കഴിയും. One must learn the habit of making one's words. അതുകൊണ്ട് തന്നെ one means നമ്മൾ, ഒരാൾ, നമ്മൾ ആര്, നമ്മൾ എല്ലാവരും എന്ത് പഠിക്കണം, must learn the habit of making one's word, നമ്മുടെ വാക്കുകളെ സ്വീറ്റ് ആക്കാനും സോഫ്റ്റ് ആക്കാനും പ്ലസന്റ് സന്തോഷമുള്ളതാക്കാനും നമ്മൾ എന്ത് ചെയ്യണം, അതിനൊക്കെയുള്ള ഒരു പവർ, അങ്ങനെ ആക്കി മാറ്റാൻ നമ്മൾ ഹാബിറ്റ്, അത് നമ്മുടെ ഒരു ഹാബിറ്റായി മാറണം. മീൻസ് നല്ലത് പറഞ്ഞ് ശീലിക്കണം എന്നർത്ഥം. നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റൊരാൾക്കും ഒരു ഉപദ്രവോ വേദനയോ പ്രശ്നങ്ങളോ ഉണ്ടാവരുത് എന്നർത്ഥം. ഓക്കെ, വാട്ട് കൈൻഡ് ഓഫ് വേർഡ്സ് ആർ ബീയിങ് റെക്കമെൻഡഡ് ഇൻ ദ എബവ് ലൈൻസ്? ഈ ഒരു 8 വരികളിൽ നിന്ന് അല്ലെങ്കിൽ 10 വരികളിൽ നിന്ന് ഏത് തരത്തിലുള്ള വാക്കുകളാണ് റെക്കമെൻഡ് ചെയ്യുന്നത്? മീൻസ്
ഗുഡ് വേർഡ്സ് അല്ലെ, നല്ല വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത വാക്കുകളാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കഴിഞ്ഞിട്ടില്ല, ഇതിനകത്ത് ചെറിയൊരു ട്രൂത്ത്, സത്യം. നമ്മളിപ്പോ വേർഡ്സിനെ കുറിച്ചാണ് പറഞ്ഞത്, ഇനി സത്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഹാവ് യു എവർ ബീൻ ഹേർട്ട് ബൈ വാട്ട് സംവൺ സെഡ് ടു യു? നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും വേദനിച്ചിട്ടുണ്ടോ? ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് സിറ്റുവേഷൻസ് നമുക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. മറ്റുള്ളവർ പറഞ്ഞത് കേട്ട് നമുക്ക് വിഷമം വന്നിട്ടുണ്ടാവാം. Did the pain last for a long time? ആ വേദന ഒരുപാട് കാലം നീണ്ടു നിന്നിട്ടുള്ള വേദനകളായിരിക്കും ചിലതൊക്കെ അല്ലെ. ചിലതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പോവാൻ കുറച്ച് പണിയിടും. Did you think at that time that the other person could have said the same thing in a less hurtful manner? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ആ പറഞ്ഞ ആളൊന്ന് മയത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ? ഓക്കെ, പറഞ്ഞത് സത്യമാണ്, പക്ഷെ എന്നാലും ഇങ്ങനെ മുഖത്തടിച്ച പോലെ പറയേണ്ടിയിരുന്നില്ല, ഒന്ന് ഒരു സോഫ്റ്റ് ആയിട്ടൊക്കെ പറയാമായിരുന്നു എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? റീഡ് ദ പോം ട്രൂത്ത് and find out what the poet has to say. അപ്പൊ ട്രൂത്ത് എന്ന് പറയുന്ന കവിതയ്ക്കകത്ത് അങ്ങനെയുള്ള എന്തോ ഒരു സംഭവമാണ്. അതെന്താന്ന് നോക്കാം. Sticks and stones may break my bones, but words can also hurt me. Stones and sticks break only skin, while words are ghosts that haunt me. സ്റ്റിക്ക് ആൻഡ് സ്റ്റോൺസ്, വടി, കല്ല്, ഇതിനൊക്കെ മേ ബ്രേക്ക് മൈ ബോൺസ്, എന്റെ ശരീരം വേദനിപ്പിക്കാൻ കഴിയുമായിരിക്കും. ബോൺസ് ഇൻ ദ സെൻസ് നമ്മുടെ എല്ല്, മീൻസ് നമ്മുടെ ബോഡീനെ വേദനിപ്പിക്കാൻ, ബ്രേക്ക് ചെയ്യാൻ കഴിയുമായിരിക്കും. ബട്ട് വേർഡ്സ് ക്യാൻ ഓൾസോ ഹേർട്ട് മീ, വാക്കുകൾക്കും എന്നെ വേദനിപ്പിക്കാൻ കഴിയും. വേർഡ്സ് ക്യാൻ ഓൾസോ ഹേർട്ട് മീ, വാക്കുകൾക്കും എന്നെ വേദനിപ്പിക്കാൻ കഴിയും. സ്റ്റോൺസ് ആൻഡ് സ്റ്റിക്സ് ബ്രേക്ക് ഓൺലി സ്കിൻ. സ്റ്റോൺ, കല്ലുകള്, സ്റ്റിക്ക്, ഇതിനൊക്കെ എന്റെ രോമത്തിൽ, എന്റെ ശരീരത്തിൽ മാത്രമേ, ഓൺലി സ്കിൻ, എന്റെ ശരീരത്തിനെ മാത്രമേ വേദനിപ്പിക്കാൻ കഴിയുള്ളൂ. വൈൽ, അതേസമയം വേർഡ്സ് ആർ ഗോസ്റ്റ്, വാക്കുകൾ പ്രേതം പോലെയാണ്. മീൻസ് ദാറ്റ് ഹോണ്ട് മീ, അതിനെന്നെ മാനസികമായും എന്നെ കംപ്ലീറ്റ്, പൂർണ്ണമായും എന്നെ വേദനിപ്പിക്കാൻ കഴിയുന്നത് എന്തിനാണ്? വാക്കുകൾക്കാണ്. Okay. Slant and curved the word swords fall to pierce and stick inside me. ചില വാക്കുകൾ വളഞ്ഞും പൊളഞ്ഞും ഒക്കെ നമ്മളിലേക്ക് വീണ, നമ്മളിലേക്ക് എത്തിച്ചേർന്ന ചില ആളുകളുടെ വാക്കുകൾ, അതിങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യും നമ്മുടെ മനസ്സിനകത്ത്, അവിടെ അങ്ങനെ ഉറച്ചു നിൽക്കും. Bats and bricks may ache through bones, but words can mortify me. Bats and bricks, ചില ബാറ്റുകള്, ബ്രിക്സ്, കല്ലുകള്, ഇവക്കൊക്കെ നമ്മുടെ ശരീരത്തിനെ മാത്രമേ വേദനിപ്പിക്കാൻ കഴിയുള്ളൂ. ബട്ട് എന്നാൽ വേർഡ്സ് ക്യാൻ മോർട്ടിഫൈ മീ, വേർഡ്സിന് എന്നെ തന്നെ ഇല്ലാതാക്കാൻ കഴിയും. വാക്കുകൾക്ക് എന്നെ തന്നെ മരവിപ്പിക്കാൻ കഴിയും. വേദനിപ്പിക്കുക മാത്രമല്ല, എന്നെ തന്നെ ഇല്ലാതാക്കാൻ കഴിയും. പെയിൻ ഫ്രം വേർഡ്സ് ഹാസ് ലെഫ്റ്റ് ഇറ്റ്സ് സ്കാർ. പെയിൻ ഫ്രം, ചില വാക്കുകൾ ഉണ്ടാക്കുന്ന വേദന, മുറിവുകൾ, ഹാസ് ലെഫ്റ്റ് ഇറ്റ്സ് സ്കാർ, ഒരു മുറിപ്പാട് നമ്മുടെ ശരീരത്തിൽ അല്ല, നമ്മുടെ മനസ്സിൽ, ഓൺ മൈൻഡ് ആൻഡ് ഹാർട്ട് ദാറ്റ്സ് ടെൻഡർ. ഈ വാക്കുകൾ ഉണ്ടാക്കുന്ന വേദന, മുറിപ്പാടുകൾ, ഒരു സ്കാർ, ഒരു മുറിപ്പാടുകളായിട്ട് ഹൃദയത്തിലും, എൻ്റെ മനസ്സിലും എൻ്റെ ഹൃദയത്തിലും തങ്ങി നിൽക്കുക തന്നെ ചെയ്യും, അതവിടുന്ന് പോവാതെ. കട്ട്സ് ആൻഡ് ബ്രൂയിസസ് നൗ ഹാവ് ഹീൽഡ്. മുറിവുകള്, ബ്രൂയിസസ്, ചതവ്, ഒടിവ്, മുറിവ്, ശരീരത്തിലുണ്ടായ വേദനകളൊക്കെ എന്താവും? ഹാവ് ഹീൽഡ്, ഉണങ്ങിയിട്ടുണ്ടാവും. ബട്ട് ഇറ്റ്സ് വേർഡ്സ് ദാറ്റ് ഐ റിമെമ്പർ. പക്ഷേ പറഞ്ഞ വാക്കുകൾ നമ്മുടെ മനസ്സിൽ തന്നെ, ഞാൻ അത് ഓർത്തുകൊണ്ടിരിക്കും. ഞാൻ എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാവരും, ഓൾ ഹ്യൂമൻ ബീങ്സ് എന്നാണ് കേട്ടോ. ബാരി വെയ്റ്റ് എഴുതിയ ഈ കവിതയിൽ വളരെ സിമ്പിൾ ആണ്, വളരെ ചെറുതാണ്, പക്ഷേ ഇത് വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു
പോമാണ്. ഇതിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് നമ്മുടെ തന്നെ എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെ ഇതിൽ നിന്നും ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ. അതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസേഴ്സുകൾ ഉണ്ട്. പക്ഷെ അതിനപ്പുറമുള്ള ഇത്തരം ആക്ടിവിറ്റികളിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾക്ക് വരില്ല. മെറ്റാഫർ, അലിറ്ററേഷൻ, റിപ്പീറ്റേഷൻ ഇതൊന്നും വരില്ല. നോ, ഇറ്റ്സ് ഓക്കെ. ബാക്കി വരുന്നതിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യേണ്ട. പക്ഷെ ഒരു സ്റ്റാൻസ് തന്നിട്ട് വാട്ട് ഇറ്റ് മീൻസ് അതിൽ നിന്നും ചെറിയ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ചില വാക്കുകൾ മറ്റു കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സുകളൊക്കെ ഉണ്ട്. അതിൽ നിന്നും മീനിങ്സ് മനസ്സിലാക്കി വെക്കുക, സ്വന്തമായിട്ട് എഴുതുക. ഓക്കെ. ഹാവ് എ നൈസ് ഡേ.